ക്രെഡിറ്റ് കാർഡുകൾ പലരും പല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നമുക്ക് ദിവസവുമുള്ള നമ്മുടെ എക്സ്പെൻസുകൾക്ക് പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ആ ഒരു സ്പെൻഡിങ്ങിനും നമുക്ക് എന്തെങ്കിലും തിരിച്ച് ഒരു ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടോ കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ആയിരിക്കണം നമ്മൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് റിവാർഡ് പോയിന്റുകളാണ് ഇങ്ങോട്ട് തരിക. ആ റിവാർഡ് പോയിന്റ് നമ്മൾ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചറുകളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗിഫ്റ്റുകളായിട്ടോ നമ്മൾ റിഡീം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3 ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ HDFCയുടെ മണി ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു മണി ബാക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് നിരവധി റിവാർഡ് പോയിന്റുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 25 പൈസയ്ക്ക് തുല്യമാണ്. അതായത് നിങ്ങൾക്ക് 4 റിവാർഡ് പോയിന്റ് കിട്ടിയാൽ 1 രൂപ ആയിട്ട് അത് റിഡീം ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ 1 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് വാങ്ങാം. ശരിക്കും നമ്മൾ 500 രൂപയ്ക്ക് ആകുമ്പോഴാണ് ഗിഫ്റ്റ് ആയിട്ട് അത് മാറ്റാറുള്ളത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമുക്ക് റിഡീം ചെയ്തെടുക്കാൻ പറ്റുന്ന നിരവധി റിവാർഡ് പോയിന്റുകളാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിലുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. HDFCയുടെ മണി ബാക്ക് എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫ്യൂവൽ ഫിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സാധാരണ ഗ്രോസറി സ്റ്റോറിലോ മറ്റേതെങ്കിലും സ്റ്റോറിലൊക്കെ നമ്മൾ നോർമൽ സ്റ്റോറുകളിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ 150 രൂപയ്ക്കും നിങ്ങൾക്ക് 2 റിവാർഡ് പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ 2 റിവാർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 50 പൈസയാണ് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ കഴിയുക. ഇത്തരത്തിൽ നമ്മൾ ഈ സേവ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ആമസോൺ അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റ്, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, അതുപോലെ റിലയൻസിൻ്റെ സൂപ്പർ സ്റ്റോറുകൾ, ഇവിടെയൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 ഇരട്ടി റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ അവർ EMI ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 ഇരട്ടി റിവാർഡ് പോയിന്റ് ആണ് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ സ്വിഗ്ഗിയായിട്ട് ടൈപ്പ് ഉള്ള കുറേ അധികം റെസ്റ്റോറൻറ്റുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 20% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും ഇവർ പറയുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഓരോ ക്വാർട്ടറിലും നിങ്ങൾ 50,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഇവർ തരും. അങ്ങനെ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 4 ഗിഫ്റ്റ് വൗച്ചർ വരെ സ്വന്തമാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു കാർഡിൻ്റെ ഫീ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു കാർഡ് 2 രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് സൗജന്യമായിട്ട് ലഭിക്കും. അത് നിങ്ങളുടെ സിബിൽ സ്കോറൊക്കെ നോക്കിയതിന് ശേഷം നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സൗജന്യമായിട്ട് ലഭിക്കും. എന്നാൽ മറ്റു ചിലർക്ക് ഇത് ജോയിനിങ് ഫീ വാങ്ങിയിട്ടായിരിക്കും നൽകുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാർഡ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ജോയിനിങ് ഫീ ആയിട്ട് നൽകേണ്ടത് 500 രൂപയാണ്. എന്നാൽ ഈ 500 രൂപ കളക്ട് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പകരം അവർ 500 റിവാർഡ് പോയിന്റ് നൽകും. 500 റിവാർഡ് പോയിന്റ് വലിയൊരു തുക അല്ലെങ്കിലും അവരങ്ങനെ ഒന്ന് നൽകുന്നുണ്ട്, ഒരു ആശ്വാസത്തിന് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലാണ് അവർ കൊണ്ടുപോകുന്നത്. ഇനി ഈ ഒരു ജോയിനിങ് ഫീ എന്നത് നമ്മൾ ഓരോ വർഷവും കൊടുക്കേണ്ടതാണ്, അതായത് റിന്യൂവൽ ഫീ ആയിട്ട്. പക്ഷേ അത് ഒഴിവാക്കാൻ വളരെ സിമ്പിളായിട്ടൊരു കണ്ടീഷനുള്ളൂ. അതായത് 50,000 രൂപയെങ്കിലും ഒരു വർഷത്തിൽ, അതായത് റിന്യൂ ചെയ്യേണ്ട ആ ഒരു ഡേറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ 50,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജോയിനിങ് ഫീ നൽകേണ്ട. 50,000 രൂപയുടെ ട്രാൻസാക്ഷൻ എന്തായാലും ആവും എന്ന് നമുക്കറിയാം. അപ്പോൾ എന്നാലും പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇനി ഈ ഒരു കാർഡ് ആർക്കൊക്കെ ലഭിക്കും? അതും കുറച്ച് ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 15,000 രൂപ വരുമാനം ഉണ്ട് എങ്കിൽ, അതായത് സാലറീഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അയാൾക്ക് 15,000 രൂപ വരുമാനം, മാസ വരുമാനം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. പക്ഷേ സിവിൽ സ്കോർ എപ്പോഴും ഒരു 650 മുകളിലേക്കെങ്കിലും വേണം. 650 എന്ന് പറയുമ്പോൾ ഏറ്റവും 650 എല്ലാവർക്കും കിട്ടണമെന്നില്ല. എന്നാൽ നോർമലായിട്ട് നമുക്ക് 700, 720 ഒക്കെ വേണം. ശരിക്കും 750 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ഇത് കിട്ടുന്നത്. ഇനി നിങ്ങൾ സാലറീഡ് അല്ല, നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 6 ലക്ഷം രൂപയുടെയെങ്കിലും ആ ഒരു വരുമാനം കാണിച്ചിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഇതിനുള്ള കണ്ടീഷൻസ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഈ ഒരു കമൻറ്റ് ബോക്സിലുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോൺ നമ്പർ ഇതൊക്കെ നൽകിയിട്ട് ഡീറ്റെയിൽസ് നൽകി OTP കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കൂടി നൽകിയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് അപ്രൂവൽ ആകുമോ ഇല്ലയോ എന്ന്. ഇത്തരത്തിൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന മികച്ച 2ാമത്തെ കാർഡാണ് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ആക്സിസ് എയർടെൽ എന്ന് പറയുന്ന കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്. ഇത് കൂടുതലും ഉപകാരപ്പെടുക നിങ്ങൾ എയർടെല്ലിൻ്റെ ബ്രോഡ്ബാൻഡോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ DTH അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ അതിനായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് 25% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. അത് ഒരു മാസം 250 രൂപ എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ സേവ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരു വർഷത്തിൽ. ഇതുകൂടാതെ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, ആ ഒരു സംശയമൊന്നും വേണ്ട. പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുക എയർടെല്ലിൻ്റെ സർവീസുകൾ ഉപയോഗിക്കുന്നവർക്കാണ്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ട് നിങ്ങൾ 30 ദിവസത്തിനുള്ളിൽ ആക്ടിവേഷൻ നടത്തി എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ഇവർ തരും.
ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ് തുടങ്ങിയ സർവീസുകളിൽ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടും. ഈ 10% എന്ന് പറയുന്നത് ഒരു മാസത്തിൽ 500 രൂപ എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു വർഷത്തിൽ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് അവിടെ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ അത് സ്വിഗ്ഗിയും സൊമാറ്റോയും ഉപയോഗിക്കുന്നവരാണെങ്കിൽ. ഇനി ഇത് കൂടാതെ നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ കണക്ഷൻ്റെ ബില്ല്, ഇങ്ങനെയുള്ള യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടും. അത് മാസത്തിൽ 250 രൂപ എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ക്യാഷ് ബാക്ക് തന്നെ ഇവർ തരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ എവിടെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടും. ഇനി മറ്റൊരു പ്രധാന ഓഫർ എന്ന് പറഞ്ഞാൽ ഇതിൽ ലോഞ്ച് ആക്സസ് ഉണ്ട്. ഇന്ത്യക്ക് അകത്ത് ഓരോ ക്വാർട്ടറിലും നിങ്ങൾക്ക് ഒരു ലോഞ്ച് ആക്സസ് ആണ് ഇവർ നൽകുന്നത്. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ മുൻപത്തെ ക്വാർട്ടറിൽ 50,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പിന്നത്തെ ക്വാർട്ടറിൽ ഒരു ലോഞ്ച് ആക്സസ് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെയാണ് ഇനി വരുന്ന ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇപ്പോൾ ഇത്തരത്തിൽ ലോഞ്ച് ആക്സസ് തരുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് 500 രൂപ പ്ലസ് GST എന്ന രീതിയിൽ ജോയിനിങ് ഫീ ഉണ്ട്. പക്ഷേ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു 30 ദിവസത്തിനുള്ളിൽ ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ അവർ തരുന്നുണ്ട് ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ. അപ്പോൾ നമുക്കത് ഫലത്തിൽ 0 എന്ന് പറയാം. പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ 0 ആക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻ വർഷത്തിൽ 2 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു കാർഡ് ആർക്കൊക്കെ കിട്ടുമെന്ന് നോക്കാം. നിങ്ങൾക്ക് 15,000 രൂപയെങ്കിലും സാലറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. പിന്നെ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 30,000 രൂപ മാസ വരുമാനം മതി. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട കാർഡ് അത് ഒരു വർഷത്തിൽ 6 ലക്ഷം രൂപയുടെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ അവർ തരുള്ളൂ സെൽഫ് എംപ്ലോയിഡിന്. പക്ഷേ ഇവിടെ ഒരു 360 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. ജസ്റ്റ് ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഓൺലൈനിൽ നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കാർഡ് എന്ന് പറഞ്ഞാൽ SBI ക്യാഷ് ബാക്ക് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു രീതിയിൽ ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. അതായത് ഓൺലൈനിലും ഓഫ്ലൈനിലും കൂടി ഒരു മാസം നിങ്ങൾ നടത്തുന്ന സ്പെൻഡിങ്ങിന് പരമാവധി ഒരു 5,000 രൂപ ക്യാഷ് ബാക്ക് തരും. അതിൽ ഓഫ്ലൈനിലാണെങ്കിൽ 1% ആണ്, മറ്റുള്ളതിൽ അവർ 5% പറഞ്ഞാൽ ഓൺലൈനിൽ 5%. അങ്ങനെ പരമാവധി നിങ്ങൾക്ക് 5,000 വരെ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഇത്രയും അധികം ക്യാഷ് ബാക്ക് കിട്ടുന്ന മറ്റൊരു കാർഡ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ അത് മാത്രമല്ല, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ സെയിലുകൾ നടക്കുമ്പോൾ ഇപ്പോൾ വരാൻ പോകുന്നുണ്ടല്ലോ ഒരു സെയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സെയിലിൽ നമുക്കറിയാം 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് SBI കാർഡുകൾ കിട്ടും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സൗജന്യമല്ല. ഇത് 999 രൂപ എന്നൊരു കുറച്ച് കൂടിയ ഫീ ആണ് ഇവർ ഇതിന് നമ്മുടെ നിന്ന് ഈടാക്കുന്നത്. 999 രൂപ പ്ലസ് GST. ഇനി നിങ്ങൾക്ക് ഇത് ഒഴിവാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 2 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തണം. അപ്പോൾ അങ്ങനെ രീതിയിൽ അതാണ് നല്ല രീതിയിലുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നവർക്ക് ഈ ഒരു കാർഡ് കൊണ്ട് ഉപയോഗമുള്ളൂ. അപ്പോൾ അങ്ങനെ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കിതും സൗജന്യമായിട്ട് തന്നെ ലൈഫിൽ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു മികച്ച കാർഡാണ് SBIയുടെ ഈ ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയ എല്ലാ ക്രെഡിറ്റ് കാർഡും 1% ഫ്യൂവൽ സർചാർജ് വൈവർ ഉള്ളതാണ്. അത് ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. ശരിക്കും ഇപ്പോൾ എല്ലാ ക്രെഡിറ്റ് കാർഡുകളും അത്തരത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ആർക്കൊക്കെ കിട്ടും എന്ന് നോക്കാം. നിങ്ങൾക്ക് മാസ വരുമാനം 30,000 ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അവർ തരുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. അതേസമയം സിബിൽ സ്കോർ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. അതായത് 650 ഉണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ മാസ വരുമാനം നിങ്ങൾക്ക് 30,000 വേണം. അതിപ്പോൾ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 30,000 രൂപ മാസ വരുമാനം മതി. വയസ്സ് 21 മുതൽ 65 വയസ്സ് വരെയാണ് ഇവർ ഈ ഒരു ക്രെഡിറ്റ് കാർഡിനായിട്ട് പരിഗണിക്കുക. പിന്നെ നിങ്ങളുടെ ലാസ്റ്റ് 12 മാസത്തെ ക്രെഡിറ്റ് സ്കോറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അതിൽ ഒരു പെൻഡിങ് ഉണ്ടാകാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉള്ളൂ. അപ്പോൾ ഇതിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ക്രെഡിറ്റ് കാർഡുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലാസ്റ്റ് 12 മാസം യാതൊരു വിധത്തിലും ഏതെങ്കിലും EMI അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുടക്കം വരുത്തിയിട്ടുണ്ടാവരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതാത് ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ വളരെ മികച്ച, നിങ്ങൾക്ക് നന്നായിട്ട് സ്പെൻഡിങ് ഉണ്ടെങ്കിൽ, അതായത് ഡെയിലി നിങ്ങൾ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 3 ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്.